കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ ഈ സംഭവം അത് ആദ്യമെത്തിയ മന്ത്രിമാരൊക്കെ ഒരാൾ ജില്ലയുടെ ചുമതലക്കാരനും മറ്റൊരാൾ ആരോഗ്യമന്ത്രിയുമാണ് ഈ സംഭവത്തേക്ക് നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ് ശ്രീ തിരുവഞ്ചൂർ. ഒരാൾ മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോഴാണ് ഒന്നും സംഭവിച്ചില്ല എന്ന് മന്ത്രിമാർ പരസ്യമായി പ്രസ്താവിച്ചുകൊണ്ടേയിരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആളിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുന്നതിനും അതിന് നിർദ്ദേശം കൊടുക്കുന്നതിന് പകരം ജനങ്ങളുടെ മധ്യത്തിൽ വ്യാജപ്രചരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. ഒരിക്കലും ഇതുപോലൊരു നടപടി ഒരു ഗവൺമെന്റ് ചെയ്യരുതാത്താണ്, തലപ്പത്തിരിക്കുന്ന ആളുകൾ ചെയ്യരുതാത്താണ്. അത് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ അവരുടെ സമീപനമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. മെഡിക്കൽ കോളേജിലെ ഈ പറയുന്ന ഇടിച്ചു വീണ ഭാഗം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല, ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഇവരെല്ലാം അഭിമുഖമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടെങ്ങനെയാ ഇങ്ങനെ സംഭവം ഉണ്ടായത്? 3 ആളുകൾക്ക് പരിക്ക് പറ്റി, ഒരാൾ മരിച്ചുപോയി. അങ്ങനെ 4 ആളുകളാണ് ഈ ദുരന്തത്തിനകത്ത് ബന്ധപ്പെട്ടത്. ഇനിയും എത്ര വരും എന്നാർക്കും അറിയില്ല. അവിടെ ഇതിൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ഒരു കാരണവശാലും ഒരു ഗവൺമെന്റ് ഇങ്ങനെയുള്ള തെറ്റായ പ്രചരണം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കരുതായിരുന്നു. 1. 2, യഥാർത്ഥത്തിൽ ഇത് പൊളിഞ്ഞ കെട്ടിടമാണെങ്കിൽ ഇവർക്ക് ബോധ്യമുണ്ടായിരുന്നു എന്ന് ഇവരുടെ തന്നെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഒരു കെട്ടിടം പൊളിഞ്ഞതാണ് എന്ന് വരികിൽ അത് നന്നാക്കാനുള്ള നടപടിയല്ലേ എടുക്കേണ്ടത്? അവിടെ ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്വം കൊടുക്കാനുള്ള ബാധ്യതയില്ലേ? 10ാം വാർഡിന്റെയും 14ാം വാർഡിന്റെയും ഓരം ചേർന്ന് നിൽക്കുന്ന ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. അത് ഇടിഞ്ഞു വീണിട്ടും ഒന്നും സംഭവിച്ചില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. അത് യഥാർത്ഥത്തിൽ സത്യസ്ഥിതി ഈ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയുണ്ടായത്. ഞാൻ പറയുന്നു, ഇതുപോലുള്ള തെറ്റായ പ്രവർത്തനത്തിനെതിരായിട്ട് ജനകീയ ശക്തി ഉയരുകയില്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആ നിലയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം ചെന്നപ്പെട്ടിരിക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ ഈ മന്ത്രിമാരുടെ പ്രതികരണമൊക്കെ അനുസരിച്ച് അവർക്കൊക്കെ തന്നെ ബോധ്യമുണ്ടായിരുന്നു ഇതിപ്പോ പൊളിഞ്ഞു വീഴാറായ കെട്ടിടമാണെന്നോ അല്ലെങ്കിൽ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ ഈ കെട്ടിടം ഇതിപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ അവിടെ ഈ റെസ്ട്രിക്റ്റഡ് ഒരു ഏരിയ ആയിരുന്നു എങ്കിൽ പോലും അതിന്റെ തൊട്ടടുത്ത് മറ്റ് വാർഡുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കെട്ടിടം ഒരു ബലക്ഷയമുള്ള കെട്ടിടത്തിന്റെ തൊട്ടടുത്ത് ആളുകളെയൊക്കെ എങ്ങനെയാണ് കിടത്തി ചികിത്സിക്കാൻ കഴിയുക? അത് തന്നെ ഒരു പിഴവല്ലേ? യഥാർത്ഥത്തിൽ തലയാളപ്പറമ്പിലുള്ള ഒരു പാവം സാധു സ്ത്രീയാണ് ഈ മരിച്ചു കിടക്കുന്നത്. അവരുടെ മകന് അവരുടെ കുട്ടിയെ ചികിത്സിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടതാണ്. ഇതിനൊന്നും ഒരു സംരക്ഷണം കൊടുക്കുന്നില്ല. ഒരു കുഴപ്പവുമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മന്ത്രിമാർ. അവരുടെ കഴിവിലേക്ക് തന്നെ ആളുകൾ നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഘട്ടത്തിൽ നമുക്കിപ്പോൾ ചേർന്നതിനും പ്രതികരണം നടത്തിയതിനും.